മുനമ്പത്ത് നിന്നും ജോസഫ് ബെന്നി കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, എങ്ങനെ വിലയിരുത്താം? മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളത്. പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനും ഭൂസംരക്ഷണ സമിതി ചെയർമാനും ആലുവ ദേശത്തുള്ള നിയുക്ത മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി എല്ലാ ഡോക്യുമെന്റ്സുകളും കൃത്യമായി കാണിക്കുകയും ആ ഡോക്യുമെന്റ്സുകൾ പഠിച്ചതിന് ശേഷമാണ് നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പിന്നെ അതിനുശേഷവും 3 പ്രാവശ്യം ഞങ്ങളുടെ ഈ പള്ളി 2 പ്രാവശ്യം പള്ളിയിലും 1 പ്രാവശ്യം പള്ളിയുടെ അടുത്തും വന്ന് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞത് വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷമാണ്. ഇപ്പോ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ തന്നെ DCC പ്രസിഡന്റും കൊച്ചിയിലെ നിയുക്ത MLA മുഹമ്മദ് ഷിയാസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹവും ആ സമയത്ത് തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രഥമ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ ഒന്ന് മുനമ്പം വിഷയം പരിഹരിക്കുമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതയില് ഞാൻ കഴിഞ്ഞ ദിവസവും മോൺസിഞ്ഞൂർ റോക്കി റോബിൻ അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ KLCA സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ഷെറി ജെ തോമസുമായിട്ടും നിരന്തരം സംസാരിക്കുന്നുണ്ട്. മോൺസിഞ്ഞൂറായിട്ടും നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെടുന്നതിന് ഒരു കാലതാമസവും എടുക്കുന്നതിന് ഇവിടെ എടുക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇത് പരിഹരിക്കപ്പെടും. ഉന്നതാധികാര സമിതി കഴിഞ്ഞ ദിവസം കൂടി എന്ന് പറഞ്ഞു. അപ്പോ ഇവിടുത്തെ വഖഫ് ബോർഡിന്റെ നിലപാട് തെറ്റായ നിലപാടാണ്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായി വഖഫ് ബോർഡ് ഈ 2019 വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. ആ ഭരണസമിതിക്ക് മാറ്റം വന്നാലും ശരി, ഇപ്പൊ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ബോർഡല്ല, അത് പഴയ ബോർഡ് തന്നെയാണ്. അവരുടെ നിലപാട് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ 404 ഏക്കർ ഭൂമി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് രണ്ടും വസ്തുതാവിരുദ്ധമാണ്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. 2, ഇവിടെ ആകെയുള്ളത് ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് സർവേ നടത്തിയതിനു ശേഷം ഇവിടെ ഈ അവസാനം കണ്ടുപിടിച്ചത് 112 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമാണെന്നാണ്. ബാക്കിയുള്ളതെല്ലാം കടലിൽ ഒലിച്ചുപോയ ഭൂമിയാണ്. ആ കടലിൽ ഒലിച്ചു പോയ ഭൂമിയാണ് 404 ഏക്കർ ഭൂമിയുണ്ടെന്ന് വഖഫ് ബോർഡിന്റെ അധികൃതർ ഇപ്പോഴും പറയുന്നത്. പക്ഷെ ഇവിടെയാണ് സെക്ഷൻ 97 പ്രായോഗിക തലം ഗവൺമെന്റിന് പ്രയോഗിക്കാൻ പറ്റുന്നത്. കാരണം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ് ഈ മുനമ്പത്തെ ഭൂമി. അത് തന്നെയാണ് ഞങ്ങൾ വഖഫ് ട്രൈബ്യൂണല് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസും. പാലിക്കേണ്ട യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ, സർവേ നടത്താതെ, അതേപോലെ തന്നെ ഹിയറിംഗിന് വിളിപ്പിക്കാതെ, നോട്ടീസ് നൽകാതെ, അതിരുകളൊന്നും തിരിക്കാതെ ഏകാധിപരമായിട്ട് എഴുതിയെടുത്തതാണ്. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ആ നിയമവിരുദ്ധമായ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. രണ്ടാമത്തേത്, പുതിയ നിയമം അനുസരിച്ച് വന്നിട്ടുള്ള ഉമീദ് പോർട്ടലിൽ ഈ ഭൂമി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഉമീദ് പോർട്ടലിൽ രേഖപ്പെടുത്താതെയും കഴിഞ്ഞ വഖഫ് രജിസ്റ്ററിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ തർക്കമുണ്ട്. അത് നിയമവിരുദ്ധമായിട്ടാണ്. വഖഫ് ബോർഡ് തന്നെയാണ് 2 പ്രാവശ്യങ്ങളിലായി ഈ മുനമ്പം തീരപ്രദേശത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ഉന്മൂലനം ചെയ്തത്. കാരണം 2025 ഏപ്രിൽ 19 മുൻപായി ഞാൻ വിധി പറയുമെന്ന് അന്നത്തെ ട്രൈബ്യൂണൽ ജഡ്ജി പറഞ്ഞതാണ്. അതിനെതിരെ 1971 ഡോക്യുമെന്റ്സുകൾ ഹാജരാക്കാനുണ്ടെന്നും പറഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. ഇപ്പോ ഡിസംബർ മാസം 20 ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് താമസക്കാർക്ക് നോട്ടീസ് നൽകുകയോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രേഖകളുണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് നടത്തി തരാമെന്ന് പറഞ്ഞ് അവസാനം ട്രൈബ്യൂണൽ ജഡ്ജി 1 മാസ കാലാവധിക്കുള്ളിൽ അത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ആ 1 മാസ കാലാവധി ഡിസംബർ 20 തുടങ്ങി ജനുവരി 20 തീരും. ഈ ജനുവരി 20 ശേഷം വന്ന ട്രൈബ്യൂണൽ സിറ്റിങ്ങിന് വഖഫ് ബോർഡ് പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി പ്രോസസിംഗിലാണ്, ഞങ്ങൾക്ക് ഒരു സിറ്റിംഗും കൂടി അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. അടുത്ത സിറ്റിംഗിൽ പറഞ്ഞത് ഞങ്ങൾ ഓൺലൈനായിട്ട് ഏത് ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് തന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ചെയ്തത്, വഖഫ് ബോർഡ് ചെയ്തത് മാർച്ച് 23 വരെയും അതായത് ഫെബ്രുവരി മാസം 26 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അതിന് സ്റ്റേ വാങ്ങിച്ചു. വഖഫ് ട്രൈബ്യൂണൽ വിധി പറയുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള
നീചപരമായ പ്രവർത്തനങ്ങൾ വഖഫ് ബോർഡ് ചെയ്യുന്നു. വഖഫ് ട്രൈബ്യൂണൽ വിധി പറയേണ്ടതല്ലേ? അപ്പോ ഒരു രാഷ്ട്രീയമായോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി കുറച്ച് നാളുകൾ കൂടി കടന്നു പോകാൻ വേണ്ടി മാത്രം ചെയ്തതാണ് വഖഫ് ബോർഡ്. അങ്ങനെയുള്ള ഒരു വഖഫ് ബോർഡിന് കേരള സർക്കാർ പുതിയതായി പുതിയതായി ഭരണ ചുമതല വഹിക്കുന്ന കേരള സർക്കാർ പിരിച്ചുവിടണം. അതല്ലേ ചെയ്യേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ലാത്തതാണ്. ഞങ്ങളെല്ലാവരും, അതായത് KRLCC-യും KLCA-യും കോട്ടപ്പുറം രൂപതയും KCBC-യും എല്ലാവരും സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഇന്നിപ്പോ ന്യൂസ് 24-ലെ ഹാഷ്മി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിലെ അഖിലാനന്ദകുമാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ന്യൂസ് 18-ലെ ഡാനി പോൾ ഇവിടെ വന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതേപോലെ എല്ലാ ചാനലുകളും സജോ ദേവസ്യ റിപ്പോർട്ടറിൽ നിന്നും വിളിച്ച് എന്താണ് ചെയ്യേണ്ടത്, അത് അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടണം. അത് പെട്ടില്ല എങ്കിൽ ഉടനെ ഒരു വലിയ ഒരു വിപത്ത് ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശന്റെ ഏറ്റവും അത്യാവശ്യമായ തീരുമാനങ്ങളിൽ ഒന്ന് ഈ മുനമ്പം വിഷയം പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എല്ലാവരും, ഇപ്പൊ ഹിന്ദു റിപ്പോർട്ടർ സുധീർ, അദ്ദേഹവും ഞങ്ങളോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും, ഇപ്പൊ ഷെക്കിന ആയിക്കോട്ടെ, നിങ്ങളും പലവട്ടം ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഈ എല്ലാ മാധ്യമങ്ങളും, മാതൃഭൂമി, ദീപിക എഡിറ്റോറിയൽ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. എല്ലാവരും വളരെ സൂക്ഷ്മമായി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ടെക് എന്ന് പറയുന്ന സംഘടന, തിരുവനന്തപുരത്ത് അവരെല്ലാവരും പറയുന്നു അടിയന്തരമായിട്ട് വിഷയം പരിഹരിക്കണം. മറ്റൊരു കാര്യം ചോദിക്കുന്നത്, നമുക്കറിയാം മുസ്ലിം സംഘടനകളൊന്നും വഖഫ് ഭൂമി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മുസ്ലിം സംഘടനകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് എത്രത്തോളം തീരുമാനം എടുക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയമുണ്ട്. ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല എങ്കിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് സർക്കാരിന് എത്രത്തോളം തീരുമാനം എടുക്കാൻ കഴിയുമെന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രശ്നം ഈ അടുത്തെങ്ങാനും പരിഹരിക്കപ്പെടുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. കാരണം നിയമവിരുദ്ധമായി എടുത്തിരിക്കുന്ന ഒരു ഭൂമി, നിയമവിരുദ്ധമായിട്ടല്ലേ എഴുതിയെടുത്തിരിക്കുന്നത്, അത് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിലെ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇപ്പൊ 36-37 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നിയമവിരുദ്ധമായി എഴുതിയെടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയെ അത് വഖഫ് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യണം. അതല്ലേ ഞങ്ങള് വഖഫ് ട്രൈബ്യൂണലിൽ 102-ാം നമ്പറായി 2025-ലെ ഇവിടുത്തെ താമസക്കാർ ഭൂസംരക്ഷണ സമിതി കൊടുത്തിരിക്കുന്ന കേസിലെ പ്രധാന പ്രയർ അത് മാത്രമാണ്. നിയമവിരുദ്ധമായി എഴുതിയെടുത്തിരിക്കുന്ന ആ വസ്തു അത് നിയമവിരുദ്ധമായിട്ട് തന്നെ അത് മാറ്റിയെടുക്കണം. നിയമത്തിന് വിധേയമായി അത് മാറ്റിത്തരണം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളെ നിഷേധിക്കാൻ എന്താണ് കാരണം? നിയമവിരുദ്ധമായി എഴുതിയെടുത്ത് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്ന ഭൂമി റവന്യൂ ശരിയായ രീതിയിൽ പരിശോധനകൾ നടത്തിയിട്ടില്ല, നിയമവകുപ്പ് പരിശോധന നടത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഘ്നം വന്ന് വീഴുകയില്ല. ഞങ്ങൾ 5 വർഷക്കാലമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ കണ്ട കേരളമാണ്, കേരളത്തിലെ പൊതുസമൂഹമാണ് ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ വ്യതിയാനം വരുത്തിയിരിക്കുന്നത്. അതെല്ലാവരും പൊതുസമൂഹം കാണുന്നുണ്ട്. ജനങ്ങളെല്ലാവരും സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയാസ് എല്ലാവരും വാച്ച് ചെയ്യുന്നു. KCBC-യും അതേപോലെ തന്നെ കോട്ടപ്പുറം രൂപതയും എല്ലാ സഭയും സമൂഹവും പൊതുസമൂഹവും എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ എല്ലാവരും വീക്ഷിക്കുന്നുണ്ട്. അടിയന്തിരമായിട്ട് ഇത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ അടിയന്തര ആവശ്യമാണ്. അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. സാധാരണഗതിയിലുള്ള സംഘടനകൾ, മുസ്ലിം സംഘടനകൾക്കൊന്നും തന്നെ ഇവിടുത്തെ വസ്തുതകൾ എന്താണെന്നുള്ളത് അറിയില്ല. 404 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞു നടക്കുകയാണ്. അവർക്ക് അറിയില്ല ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയ വ്യക്തിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനറിയാലോ. അതുപോലെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വളരെ കൃത്യമായി പഠനം നടത്തിയാണ് കോടതിയിൽ കേസ് വാദിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് ലാൻഡ് ഗ്രാബിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. ചിരിച്ചുകൊണ്ടാണെങ്കിലും ചോദിച്ചത്. ഭൂമി തട്ടിയെടുക്കാൻ നടത്തുന്ന പരിശ്രമമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ കണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പൊരുള് മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടി, ഒരു വലിയ
വമ്പൻ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ചട്ടക്കൂടായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. 112 ഏക്കർ ഭൂമി മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ 404 ഏക്കർ ആണെന്ന് പറയുന്നതിന്റെ വാസ്തവം എന്ത്? അത് വസ്തുതാവിരുദ്ധമാണ്. അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഉടനെ തന്നെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. മറ്റ് യൂട്യൂബ് ചാനലുകളിൽ ഇരുന്ന് പറയുന്നവർക്കൊന്നും വസ്തുത എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും അറിയില്ല. എവിടെയോ ആരോ മീറ്റിംഗ് കൂടി, ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ വി.ഡി. സതീശൻ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുകയില്ല, അത് വേറൊരു മാഫിയയുടെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നതിലൊന്നും. അതേപോലെ തന്നെ കത്തോലിക്ക സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ 2 സംഘടനകൾ നമ്മൾ ഒട്ടും KLCWA അങ്ങനെ ഇതര സമുദായ സംഘടനകളും അതേപോലെ തന്നെ വളരെ എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള പൊതുസമൂഹം വീക്ഷിക്കുന്നു. അടിയന്തരമായി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. 100% അതിനകത്ത് വിശ്വാസമുണ്ട്. മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി. അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.